കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിധിയുടെയും സുധീഷിന്റെയും ജീവിതം അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലൂടെ സഞ്ചരിക്കുന്ന നിർണായകമായ ഒരു ഘട്ടമാണിത്. അരുണും കൂട്ടരും സുധീഷിന്റെ വീട് ആക്രമിച്ചതും തുടർന്നുണ്ടായ സംഘർഷഭരിതമായ നിമിഷങ്ങളും കടന്ന് ഒടുവിൽ സമാധാനത്തിന്റെ ഒരു കണിക ആ വീട്ടിലേക്ക് തിരികെ വരികയാണ്. പക്ഷേ ആ സമാധാനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യവും വരാനിരിക്കുന്ന സംഘർഷങ്ങളും ആരും അറിയുന്നില്ല. അരുണും ഗുണ്ടകളും ചേർന്ന് സൃഷ്ടിച്ച ഭീകരാന്തരീക്ഷത്തിന് ശേഷം അവർ പിരിഞ്ഞുപോയെങ്കിലും ആ വീട് പഴയതുപോലെ ആയിരുന്നില്ല. അടിയും ബഹളവും കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ നിധിയുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നികേഷിന് പരിക്കേറ്റതെന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അരുണിന്റെ വെല്ലുവിളികൾ അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. താൻ ആ വീട്ടിൽ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ സുധീഷിനും കുടുംബത്തിനും അത് ഇനിയും ആപത്തുകൾ വരുത്തിവെക്കുമെന്ന് അവൾ ഭയന്നു. എങ്കിലും സുധീഷിന്റെ ധൈര്യവും ആ കുടുംബത്തിന്റെ സ്നേഹവും അവളെ പിടിച്ചു നിർത്തി. ആശുപത്രിയിൽ നിന്നും നികേഷിനെ കൂട്ടിക്കൊണ്ടുവന്ന് സുധീഷ് വീട്ടിലേക്കെത്തി. നികേഷിന്റെ അവസ്ഥ കണ്ട് നിധിക്ക് സങ്കടം സഹിക്കാനായില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണല്ലോ നികേഷ് ഏട്ടന് ഈ ഗതി വന്നത്, അവൾ വിതുമ്പലോടെ പറഞ്ഞു. എന്നാൽ നികേഷിന്റെ മറുപടി അവളുടെ കണ്ണ് നിറയിച്ചു. സോറിയോ? എന്തിനാ ഏട്ടത്തിയമ്മ സോറി പറയുന്നത്? എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ? അപ്പോ എനിക്കെൻ്റെ അമ്മയെ പോലെ തന്നെയല്ലേ? നികേഷിന്റെ വാക്കുകൾ നിധിയുടെ ഉള്ളിലെ ഭാരം കുറച്ചുവെങ്കിലും സുധീഷിന്റെ ഉള്ളിൽ അത് വലിയൊരു തീപ്പൊരിയാണ് ഇട്ടത്. സുധീഷ് വല്ലാതെ ധർമ്മസങ്കടത്തിലായിരുന്നു. നികേഷും ഹരീഷും സുഭാഷുമെല്ലാം നിധിയെ കാണുന്നത് തങ്ങളുടെ കൂടപ്പിറപ്പിന്റെ യഥാർത്ഥ ഭാര്യയായിട്ടാണ്. ആ വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മിയായിട്ടാണ് അവർ അവളെ കരുതുന്നത്. പക്ഷേ സത്യം അതല്ലെന്ന് സുധീഷിന് മാത്രമേ അറിയുള്ളൂ. ഇതൊരു യഥാർത്ഥ വിവാഹമല്ല എന്നും വെറുമൊരു നാടകമാണെന്നും നിധിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം താൻ കെട്ടിയ വേഷമാണെന്നും വീട്ടുകാരറിഞ്ഞ എന്ത് സംഭവിക്കും? നാട് മുഴുവൻ പാട്ടും കൊട്ടി അറിയിച്ച കല്യാണം ഇനി അത് വെറുമൊരു അഭിനയമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അത് താങ്ങാനാവില്ല. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ദൈവമേ, ഇനി ഇവളെങ്ങാനും സത്യം വിളിച്ചു പറയുമോ എന്ന ചിന്തയോടെ സുധീഷ് ഭയത്തോടെ നിധിയെ നോക്കി. സംഘർഷങ്ങൾക്കിടയിൽ ഉച്ചഭക്ഷണത്തിന്റെ കാര്യമെല്ലാം എല്ലാവരും മറന്നുപോയിരുന്നു. സുധീഷാണ് ആ കാര്യം ഓർമ്മിപ്പിച്ചത്. നിനക്ക് വിശക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ നിധി ആദ്യം മൗനം പാലിച്ചു. പിന്നീട് സുഭാഷ് ഭക്ഷണക്കാര്യം ഏറ്റെടുത്തു. അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി, ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുഭാഷ് സ്നേഹത്തോടെ ക്ഷണിച്ചുവെങ്കിലും നിധിയുടെ മനസ്സ് ഭക്ഷണം കഴിക്കാൻ പാകമായിരുന്നില്ല. എനിക്ക് വേണ്ട, അവൾ പതുക്കെ പറഞ്ഞു. പക്ഷേ സുധീഷ് വിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി അവൾ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന് അവനറിയാം. ഒരു വടയും ചായയും മാത്രമാണ് ആകെയുള്ള ആഹാരം. വിശക്കുന്നില്ലെന്നോ? മര്യാദക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എൻ്റെ ചേട്ടൻ നല്ല കൈപുണ്യമുള്ള ആളാ, സുധീഷ് ശാസനയോടെ പറഞ്ഞു. നികേഷും അതിൽ ചേർന്നു. അതേ ഏട്ടത്തിയമ്മേ, ഒന്ന് കഴിച്ചു നോക്ക്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ നിധി സമ്മതിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ തന്നെ ഒന്ന് കുളിക്കണമെന്ന് നിധി ആഗ്രഹം പ്രകടിപ്പിച്ചു. ബാഗ് എടുക്കാനായി അവൾ അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു. എന്നാൽ സുധീഷ് പെട്ടെന്ന് തന്നെ അവളെ തടഞ്ഞു. അവിടേക്ക് പോവണ്ട, ആ മുറി ആകെ അലങ്കോലമായി കിടക്കുകയാണ്. പക്ഷേ യഥാർത്ഥ കാരണം അതൊന്നും ആയിരുന്നില്ല. സുഭാഷും ഹരീഷും ചേർന്ന് അവിടെ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്, അത് പിന്നെ കാണാം, അവർ നിധിയെ പറഞ്ഞു വിട്ടു. നിധിയെ മാറ്റി നിർത്തിയ ശേഷം സുധീഷ് ചേട്ടന്മാരോട് കാര്യം തിരക്കി. നിങ്ങൾ എന്താണ് ആ മുറിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? സുഭാഷിന്റെ മറുപടി നിഷ്കളങ്കമായിരുന്നു. പെട്ടെന്നുള്ള കല്യാണമായതുകൊണ്ട് തന്നെ മുറിയൊന്നും അലങ്കരിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ ആഗ്രഹിച്ചു. സുധീഷിന് നെഞ്ചിൽ ഭയം ഇരട്ടിച്ചു. സർപ്രൈസ് പണി തരുമോ എന്ന പേടി അവനെ വരിഞ്ഞു മുറുക്കി. ഇതേ സമയം ഹേമയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയായിരുന്നു. അരുണിനെ ഫോണിൽ കിട്ടാത്തതോടെ ഹേമയും സാന്ദ്രയും ആകെ പരിഭ്രാന്തിയിലായി. രാജീവൻ മുറിയിൽ കയറി വാതിലടച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. 10:30 മണിയായിട്ടും വാതിൽ തുറക്കാത്തത് കണ്ടപ്പോൾ ഹേമക്ക് സംശയമായി. അവൾ വാതിലിൽ തട്ടി വിളിച്ചു. പ്രതികരണമില്ലാതായപ്പോൾ ബന്ധുക്കളുടെ സഹായത്തോടെ വാതിൽ ചവിട്ടി തുറന്നു. അകത്തെ കാഴ്ച കണ്ട് എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ചു. രാജീവൻ ആത്മഹത്യക്ക് ശ്രമിച്ച് അവശനായി വീണ് കിടക്കുന്നു. ആ ആഘാതം താങ്ങാനാവാതെ ഹേമ ബോധരഹിതയായി വീണു. ഒരു വശത്ത് പുതിയൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന നിധി, മറുവശത്ത് തകർന്നു പോയ മറ്റൊരു കുടുംബം. വിധിയുടെ വൈരുദ്ധ്യം അവിടെ പ്രകടമാകുന്നു. നിധി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയപ്പോഴാണ് അടുത്ത പ്രശ്നം. സ്വിച്ചിട്ടിട്ടും ലൈറ്റ് ഒന്നും തെളിയുന്നില്ല. ഇതിനകത്ത് വെളിച്ചമില്ലല്ലോ, നിധി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സുഭാഷിന് അമള് പറ്റിയ കാര്യം മനസ്സിലായത്. 2 ദിവസമായിട്ട് അവിടെ ലൈറ്റില്ല. ബൾബ് വാങ്ങാൻ ഹരീഷിനോടും ഹരീഷ് നികേഷിനോടും പറഞ്ഞുവെങ്കിലും തിരക്കിനിടയിൽ എല്ലാവരും അത് മറന്നുപോയി. വയറിങ്ങിന്റെ തകരാറാണെന്ന് കൂടി അറിഞ്ഞതോടെ സുധീഷ് ആകെ നാണം കെട്ടു. പുതുപ്പെണ്ണിന്റെ മുന്നിൽ വീട്ടുകാരുടെ അസൗകര്യങ്ങൾ വെളിപ്പെട്ടതിൽ അവന് ആകെ ജാള്യത തോന്നി. പക്ഷേ സുധീഷ് പതറിയില്ല. അവൻ സ്വന്തം ഫോണിലെ ടോർച്ച് തെളിയിച്ച് അവൾക്ക് വെളിച്ചം നൽകി.
അപ്പോഴേക്കും ഹരീഷ് ഓടിപ്പോയിട്ട് ഒരു എമർജൻസി ലാമ്പ് സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ഇത് മതി എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് കയറി. പുറത്ത് സഹോദരങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. പെണ്ണ് വരുന്ന കാര്യം നേരത്തെ തന്നെ പറയേണ്ടടാ എന്ന് ഹരീഷ് ചൂടായി. എന്നാൽ നികേഷ് ഇടപെട്ട് അവരെ ശാന്തരാക്കി. പെണ്ണ് വന്ന് കയറിയതേ ഉള്ളൂ, അതിനു മുൻപേ വഴക്കുണ്ടാക്കി അവളെ പേടിപ്പിക്കരുത്. ആ വാക്കുകൾക്ക് മുന്നിൽ അവർ അടങ്ങി. കുളി കഴിഞ്ഞ് നിധി വന്നപ്പോഴേക്കും സുഭാഷ് നിലത്ത് പാവരിച്ച് ആഹാരം വിളമ്പി തുടങ്ങിയിരുന്നു. സുധീഷിന്റെ വീടിന്റെ ദയനീയാവസ്ഥ നിധിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ച് ശീലിച്ച നിധിക്ക് സുധീഷ് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞുവെങ്കിലും അവൾ അത് നിരസിച്ചു. സാരമില്ല, ഞാനും താഴെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവൾ അവർക്കൊപ്പം തന്നെ തറയിലിരുന്നു. ചോറിലും കറിയിലും വലിയ ആഡംബരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പാത്രങ്ങൾ പോലും പഴകി ചളുങ്ങിയതായിരുന്നു. നിധി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ മുഖം ചുളിച്ചില്ല. സുഭാഷ് സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണം അവൾ കഴിച്ചു. സൂപ്പറായിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ സുഭാഷിന്റെ മുഖം സന്തോഷം കൊണ്ട് വിരിഞ്ഞു. ഇതിനിടയിൽ പുറത്തിരുന്ന ഭ്രാന്തനായ അല്ലെങ്കിൽ അവശനായ ഭാസ്കരന് സുഭാഷ് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നത് നിധി കണ്ടു. ആ കുടുംബത്തിലെ സ്നേഹവും പരസ്പര കരുതലും അവളുടെ ഉള്ളിൽ തട്ടി. ഭക്ഷണം കഴിഞ്ഞ് സർപ്രൈസ് കാണാനായി സുഭാഷും ഹരീഷും സുധീഷിനെയും നിധിയെയും മുറിയിലേക്ക് നയിച്ചു. വാതിൽ തുറന്ന് സുധീഷ് ആകെ ഞെട്ടിപ്പോയി. അത് വെറും ഒരു മുറിയായിരുന്നില്ല, ഒരു മണിയറ തന്നെയായിരുന്നു. മുല്ലപ്പൂക്കളും മാലകളും കൊണ്ട് ആ മുറി ആകെ അവർ മനോഹരമാക്കി അലങ്കരിച്ചിരുന്നു. ഹരീഷും കൂട്ടുകാരും ചേർന്ന് ഒരുക്കിയ ആ വലിയ സർപ്രൈസ് കണ്ട് സുധീഷിന്റെ കണ്ണ് തള്ളിപ്പോയി. സുധീഷിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ, അവർ ചോദിച്ചു. ഹരീഷിന് അത് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേടോ, അവൻ പരിഭവിച്ചു. എന്നാൽ സുധീഷിന്റെ പ്രശ്നം അതൊന്നുമല്ലായിരുന്നു. ഇതൊരു യഥാർത്ഥ വിവാഹമല്ല. ഇന്ന് രാത്രി ഈ പൂക്കൾക്കും അലങ്കാരങ്ങൾക്കും നടുവിൽ കിടന്നുറങ്ങാൻ അവൾക്ക് അർഹതയില്ല. പക്ഷേ അത് തുറന്നു പറയാനും വയ്യല്ലോ. സുധീഷ് ബുദ്ധിപൂർവ്വം തന്നെ പെരുമാറി. അവൻ സഹോദരങ്ങളെ മാറ്റി നിർത്തി സംസാരിച്ചു. ചേട്ടാ, എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതൊന്നുമല്ല. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവളുടെ വീട്ടുകാർ ഉപേക്ഷിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. ഈ സമയത്ത് ഇങ്ങനൊരു ആഘോഷം അവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവളുടെ മനസ്സ് ശാന്തമാകാൻ സമയം കൊടുക്കുക. സുധീഷിന്റെ വാക്കുകളിലെ യുക്തി സഹോദരങ്ങൾക്ക് മനസ്സിലായി. ശരിയാണ്, പെൺകുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അവർ സമ്മതിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സുഭാഷും ഹരീഷും ചേർന്ന് ആ മണിയാറ അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റി. പൂക്കളും തോരണങ്ങളും മാറ്റി മുറി സാധാരണ നിലയിലാക്കി. അവരുടെ മുഖത്ത് സങ്കടമെല്ലാം തന്നെ സുധീഷ് കണ്ടു. പക്ഷേ വേറെ വഴിയില്ലായിരുന്നു. ഒടുവിൽ മുറി വൃത്തിയാക്കി കിടക്ക വിരിച്ച് അവർ നിധിയെ അകത്തേക്ക് വിളിച്ചു. നിധി മുറിയിലേക്ക് കയറി. പഴയതും ഇടുങ്ങിയതുമായൊരു മുറി. ഭിത്തിയിലെ പെയിന്റൊക്കെ അടർന്നു വീഴാറായിരിക്കുന്നു. നിധിയുടെ മുഖഭാവം കണ്ട് സുധീഷ് പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഹെറിറ്റേജ് വീടായതുകൊണ്ടാണ് പെയിന്റിങ് ചെയ്യാത്തത്. ഈ ഭിത്തിയൊക്കെ നല്ല ഉറപ്പുള്ളതാണ്, പേടിക്കേണ്ട. അവന്റെ ആ ന്യായീകരണം കേട്ട് നിധി അത്ഭുതത്തോടെ അവനെ നോക്കി. അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ഒടുവിൽ നിധി മൗനം ഭേദിച്ചു. ഞാൻ കാരണം നിങ്ങൾക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായല്ലേ? പണവും കുറെ ചെലവായി. പേടിക്കേണ്ട, ആ പൈസയൊക്കെ ഞാൻ തിരിച്ചു തരും. സുധീഷ് അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. പക്ഷേ നിധിയുടെ അടുത്ത വാചകം അവനെ ഞെട്ടിച്ചു. ഇന്നൊരു രാത്രി കൂടി, നാളെ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കണം. പിന്നെ നമ്മുടെ ഈ കല്യാണ നാടകത്തിന്റെ കാര്യം ചേട്ടന്മാരോടൊന്ന് പറയണം. അവരെ പറ്റിക്കാനൊന്നും എനിക്ക് വയ്യ സുധീഷേ. സുധീഷ് ആകെ നിസ്സഹായനായി തലയാട്ടി. ശരി, ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞ് അവൻ നേരെ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുനിഞ്ഞു. നിധി കട്ടിലിരുന്നതും ക്രാ ക്രാ എന്നൊരു ശബ്ദം കേട്ടു. പഴയ കട്ടിലായതുകൊണ്ട് തന്നെ ഒടിഞ്ഞു വീഴുമോ എന്ന് അവൾ ആകെ ഭയന്നു. പേടിക്കണ്ട, അതൊടിയില്ല. നല്ല പഴയ തേക്കാണ്. നല്ല പഴയ തേക്കിന്റെ കട്ടിലാണ്, സുധീഷ് ചിരിയോടെ പറഞ്ഞു. നിധിയെ മുറിയിലാക്കി സുധീഷ് പുറത്തേക്ക് ഇറങ്ങി. മനസ്സ് നിറയെ ചിന്തകളായിരുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. നാളെ ഇനി എന്ത് സംഭവിക്കും? നിധി പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ മുഖത്തൊക്കെ താൻ എങ്ങനെ നോക്കും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി അവൻ തന്റെ സഹോദരങ്ങൾ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. സുധീഷ് അവർക്കിടയിൽ അവരിലൊരാളായി ചുരുണ്ടുകൂടി കിടന്നു. അപ്പുറത്തെ മുറിയിൽ ഉറക്കം വരാതെ തന്റെ ഭാവിയെക്കുറിച്ചോർത്ത് ആകെ വിഷമത്തോടെ ഇരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടായിരിക്കട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.